നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, നിത്യതയിലേക്ക്, തേജസ്സിലേക്ക് നമ്മെ ഓരോരുത്തരെയും മടക്കി വരുത്തുവാൻ മുൻകൈയെടുത്തത് ദൈവമാണ്. ദൈവമാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. നമ്മുടെ ദൈവം ജീവൻ്റെ ഉറവിടമാണ്. ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, നന്മയുടെ, സൗഖ്യത്തിൻ്റെ ഒക്കെ ഉറവിടമാണ്. ദൈവത്തെപ്പറ്റി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളുടെ പ്രധാന കാരണം ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയതുകൊണ്ടാണ്. ദൈവമാണ് ആദ്യം അടുത്തു വന്നത്. ദൈവം അടുത്തു വരികയാണ്. ഇന്ന് പകലും ദൈവം അടുത്തു വരും. അകന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. ദൈവം അടുത്തു വരും. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അത് ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മേക്കാൾ ദൈവമാണ് ഈ കൂട്ടായ്മ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ മുൻകൈയെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ഹൃദയത്തിൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആലോചന നിവൃത്തിയാകും. അതൊരിക്കലും പരാജയപ്പെടുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തോടടുക്കുവാൻ, ദൈവവിഷയത്തിൽ സമ്പന്നരാകുവാൻ, ദൈവാലയത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങളുടെ അകത്തൊരു ഉത്സാഹം വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തൊരു പ്രേരണയുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് ചിലത് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ചില ആലോചനകൾ, ചില നിർദ്ദേശങ്ങൾ ദൈവവിഷയ സംബന്ധമായി, ആലയ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ ദൈവം പറഞ്ഞത് ചെയ്യാൻ മുൻപിൽ വരണം. ദൈവം ചില കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അനുസരണക്കേട് നിമിത്തമാണ് ഈ ഭൂമി ശപിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ അനുസരിക്കാൻ ദൈവം നമ്മോട് പറയുന്നത് നിശ്ചയമായും അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ചില നന്മകൾ, അനുഗ്രഹങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനകൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ ദൈവവിഷയ സംബന്ധമായി, ആലയ സംബന്ധമായി ചെയ്യുവാൻ നിങ്ങൾ ഉത്സാഹത്തോടെ മുന്നിൽ വന്നാൽ നിശ്ചയമായും ആ അനുഗ്രഹം നിങ്ങൾ കാണും. ദൈവം മുൻകൈ എടുക്കുന്നവനാണ്. ഇന്ന് നിങ്ങളെ കൊണ്ട് കഴിയാത്തത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിരിക്കും. ദൈവം മുൻകൈ എടുക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടാൻ പോവുകയാണ്. വചനം എന്ന് ഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ നാളെ വചനം ഗ്രഹിക്കും. നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവരാകും. എന്താണോ നിങ്ങൾ ഇന്ന് പകൽ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് ദൈവവിഷയ സംബന്ധമായി, അത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. ദൈവം മുൻകൈയെടുക്കും. വിശ്വസിക്കുക, ദൈവം മുൻകൈയെടുക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.